അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു ഈ പൈസ എന്ന് വെച്ചാൽ ഹെൽത്ത് ന്യൂസിലൻഡിൽ നിന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇന്നേ വരെ ഈ ജീവിതത്തിൽ ഒരു ഫീസ് അടച്ചിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവരറിയില്ല കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് വളരെ സന്തോഷമുള്ളൂ. അപ്പോൾ എൻറോൾ നഴ്സസിൻ്റെ ക്യാമ്പ് ഫീസ് ഇതുപോലെ കിട്ടുമെന്ന് കിട്ടേണ്ടതാണ്, കിട്ടും. കാരണം എൻറോൾ നഴ്സറി ഹലോ സാവുമിലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്ന് തംബ്നെയിൽ കണ്ടുപോലെ തന്നെ ഞങ്ങൾ ഇന്നൊരു പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ന്യൂസിലൻഡിലെ ക്യാമ്പ് ഫീസ് റീഫണ്ടബിൾ ആണോ? അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ കുറേ നാളായിട്ട് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടല്ലോ നമ്മൾ ക്യാമ്പിന് അടയ്ക്കുന്ന ഫീസ് റീഫണ്ട് ചെയ്യുമെന്ന്, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്, കിട്ടേണ്ടതാണ്, പക്ഷേ ഇതുവരെ ആർക്കും കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല എന്നാണ് ഇത്രയും നാൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം അങ്ങനെ ഫീസ് റീഫണ്ട് ആയിട്ടുള്ള ഒരാളെ എനിക്കറിയാം. അപ്പോൾ അത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം ഹസ്ബൻഡ് ജോസാണ്. ജോസ് ഒക്ടോബറിലാണ് ക്യാമ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ക്യാമ്പിൻ്റെ ഫീസ് റീഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാർച്ച് മാസമാണ്. അപ്പോൾ ഇത്രയും നാളുകൾക്കുള്ളിൽ തന്നെ ക്യാമ്പിൻ്റെ ഫീസ് റീഫണ്ടായിട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അതിന് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആകാതെ കാണുക. താല്പര്യമുള്ളവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. ന്യൂസിലൻഡിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നവരും ജസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞ് ജോലിക്ക് കയറിയവരും ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫീസ് റീഫണ്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പോൾ എല്ലാവരുടെയും തന്നെ ആദ്യത്തെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെയൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്യാമ്പിൻ്റെ ഫീസ് ഏതെങ്കിലും കോളേജിൽ അടയ്ക്കുന്നു, ക്യാമ്പ് കഴിഞ്ഞിട്ട് അവർക്ക് ആ പൈസ ഗവൺമെൻറ് തിരിച്ചു തരുന്നു. അതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. കുറച്ച് പ്രോസസ്സാണത്. ആ പ്രോസസ്സിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അതെല്ലാം ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ സെക്ഷൻ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ക്യാമ്പ് കഴിഞ്ഞ് നമുക്ക് ജോലി വരെ കിട്ടി, ജോലിയുടെ ഓഫർ ലെറ്റർ, എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷൻ തന്നെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആ റിക്വയർമെൻറ്റ്സ് എപ്പോഴാണ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫീസ് റീഫണ്ട് എന്നുള്ള ഓപ്ഷൻ ഗവൺമെൻറ് തന്നതെന്നുള്ളതാണ്. കാരണം ന്യൂസിലൻഡിലേക്കിലെ വർക്ക് ഫോഴ്സ് കൂട്ടാനായിട്ട്, നഴ്സസിനെ കൂടുതൽ ആകർഷിക്കാനായിട്ട്, നഴ്സസിനെ കൂടുതൽ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു കാര്യമാണ്. അതായത് ക്യാമ്പിനുള്ള ഫീസാണ് എപ്പോഴും ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാക്ടറായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നഴ്സസ് ഇവിടെ വരുമല്ലോ. അപ്പോൾ അതാണ് അവരുടെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് എപ്പോഴാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്? ജസ്റ്റ് ക്യാമ്പ് ചെയ്തു അല്ലെ, ക്യാമ്പ് ചെയ്തെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ ആ പൈസ തിരിച്ചു തരുമല്ല ചെയ്യുന്നത്. അവരുടെ വർക്ക് ഫോഴ്സിൽ കയറിയെന്നവർക്ക് ഉറപ്പായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർ ആ പൈസ റീഫണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുക എന്നുള്ളതാണ്. അതൊരു ചെറിയ ഫോമാണ്. അതെന്താണെന്ന് നമ്മൾ ഇവിടെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത് നെയിം, ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ എവിടെയാണ്, ഏതാണ് നമ്മുടെ ക്യാമ്പ് പ്രൊവൈഡർ, അതിൻ്റെ നമ്മുടെ ക്യാമ്പിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്, കൺട്രി ഓഫ് ഇനീഷ്യൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ, നമ്മൾ എവിടെയാണ് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തത് ആദ്യത്തേത്, ഇപ്പോഴത്തെ കറണ്ട് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഏതാണ്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അത് ഏത് ഇമെയിൽ ഐ ഡിയിലോട്ടാണ് അയക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമെയിൽ ഐ ഡിയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ നഴ്സിംഗ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞൊരു ടീമാണ്. ആ ടീമിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ ഫില്ല് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം അവർ അയച്ചു തരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ തന്നെ. അപ്പം അത് ക്യാമ്പ് 22 എന്ന് പറയുന്ന ഒരു ഫോമാണ്. ആ ഫോമിൽ വേണ്ട എന്തെല്ലാം ഡീറ്റെയിൽസ് അവർക്ക് വേണം, അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെക്ക് ലിസ്റ്റ് അടക്കമുണ്ട്. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം തന്നെ ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് August 1, 2022 കഴിഞ്ഞ് ക്യാമ്പ് എൻറോൾ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ August 1, 2022 കഴിഞ്ഞ് ക്യാമ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്കെല്ലാം കയറിയിട്ടുള്ള എല്ലാ നഴ്സസും, ഇവിടെ ന്യൂസിലൻഡിലുള്ള എല്ലാ നഴ്സസും ഇതിന് എലിജിബിൾ ആണ്. അപ്പോൾ അവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ റിക്വയർമെൻ്റ് ആണ്
എ ക്യാപ് റീഇംബേഴ്സ്മെന്റ് പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് റിക്വയർമെന്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ പറയുവാണ്. രണ്ടാമതാണ് പ്രൂഫ് ഓഫ് യുവർ ഐഡന്റിറ്റി. അത് നിങ്ങളുടെ പാസ്പോർട്ടാണ്, പാസ്പോർട്ടിന്റെ കോപ്പിയാണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പാസ്പോർട്ടിന്റെ കോപ്പി. പ്രൂഫ് ഓഫ് യുവർ ലീഗൽ റൈറ്റ് ടു വർക്ക് ഇൻ ന്യൂസിലാൻഡ്. അത് നിങ്ങളുടെ വർക്ക് വിസ ആയിരിക്കും. വർക്ക് വിസ അല്ലെങ്കിൽ റെസിഡൻസി കിട്ടിയവർക്ക് റെസിഡൻസ് വിസ ആയിരിക്കും. ഇതായിരിക്കും നിങ്ങളുടെ ലീഗൽ റൈറ്റ് ടു വർക്ക് ഇൻ ന്യൂസിലാൻഡ്. അടുത്തത് വെരിഫിക്കേഷൻ ദാറ്റ് യു കമൻസ്ഡ് എ ക്യാപ് പ്രോഗ്രാം. അതായത് നമ്മൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. നമ്മളൊരു ക്യാപ് പ്രൊവൈഡറുടെ അടുത്ത് നിന്ന് ക്യാപ് ചെയ്തു. അപ്പം നിങ്ങൾക്കിപ്പം ക്യാപ് നമുക്കിവിടെ 20 കോളേജസ് ഉണ്ട് ക്യാപ് പ്രൊവൈഡേഴ്സ്. അവരുടെ അവിടുന്ന് നമ്മൾ ക്യാപ് ചെയ്ത് കഴിയുമ്പോൾ ക്യാപ്പിൻ്റെ ഓഫർ ലെറ്റർ ഉണ്ടാവും. ക്യാപ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തരുന്ന ഒരു ലെറ്റർ ഉണ്ടാവും, അതായത് സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് സ്റ്റാർട്ട് ഡേറ്റും ഉണ്ടാവും, എൻഡ് ഡേറ്റും എല്ലാം ഉണ്ടാവും. സ്റ്റാർട്ട് ഡേറ്റ് എപ്പോഴും 1 ഓഗസ്റ്റ് 2022 ശേഷമായിരിക്കണം. പിന്നെ അതിൻ്റെ ആ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം, ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മൾ ക്യാപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഒരുമിച്ചൊന്ന് മെർജ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സേഫ് സൈഡ്. അതായത് ഇവർ ക്യാപ് ഫീസ് ആണല്ലോ നമുക്ക് റീഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ ഫീസ് എത്രയൊക്കെയാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സ്, റെസിപ്റ്റ് അതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫോൾഡർ ആക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അടുത്തത് വേണ്ടത് വെരിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് സബ്സിക്വൻ്റ്ലി ഒബ്റ്റെയിൻഡ് രജിസ്ട്രേഷൻ ആൻഡ് ആൻ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ APC എടുക്കുമല്ലോ. അപ്പോൾ ആ APC ആണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യാനുള്ളത് വേണ്ടത് APC ആണ്, ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ്. അപ്പം അതിൻ്റെ കോപ്പി കൊടുക്കുക. വെരിഫിക്കേഷൻ ദാറ്റ് യു ഹാവ് റിസീവ്ഡ് എ ഫോമൽ ഓഫർ ഓഫ് റെഗുലർ അവേഴ്സ് എംപ്ലോയ്മെൻറ്റ്. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് APC കഴിഞ്ഞ് നമ്മൾ ന്യൂസിലൻഡിൽ DHVയിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ഏജ് കെയറിലാവും, എവിടെയാണെങ്കിലും നിങ്ങളൊരു ഫുൾ ടൈം വർക്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ്, അതായത് ആ ഓഫർ ലെറ്റർ ആണ്, അതിനകത്ത് കറക്റ്റായിട്ട് അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ന്യൂസിലൻഡിൽ നമ്മൾ പല അവേഴ്സ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ടേബിൾ അടക്കം പറഞ്ഞു തരാം. ആ ടേബിൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ചാണ് നമ്മൾ എങ്ങനെയുള്ള ജോലിക്കാണോ കയറിയിരിക്കുന്നത് അതനുസരിച്ചുള്ള റീഇംബേഴ്സ്മെൻ്റ് ആണ് നമുക്ക് പൈസ കിട്ടുന്നത് കേട്ടോ. അപ്പം അതനുസരിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ ഓഫർ ലെറ്റർ. പിന്നെ വേണ്ടത് വെരിഫിക്കേഷൻ ഓഫ് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. നമ്മളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് എന്നല്ല, നിങ്ങൾ അക്കൗണ്ട് നമ്പർ, നെയിം എല്ലാം കൊടുത്തിട്ടുള്ള ആ ഒരു സെക്ഷനാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ്. ഇത്രയും നിങ്ങൾ ആദ്യം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പോകാൻ. നമ്മൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മാക്സിമം എമൗണ്ട് റീഇംബേഴ്സ്മെന്റ് അവർ പറഞ്ഞിരിക്കുന്നത് 10,000 ന്യൂസിലൻഡ് ഡോളറാണ്. അത് പല കോളേജിലും ക്യാപ്പിന്റെ ഫീസ് ഡിഫറെന്റ് ആണ്. 8,500 to 11,000, ചില കോളേജിലൊക്കെ 12,000 വരെ ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000 ആണ് മാക്സിമം റീഇംബേഴ്സ്മെന്റ് തരുന്നത്. അതും നമ്മൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾ അടച്ചതെന്ന് അതനുസരിച്ച് മാത്രമല്ല, നമ്മൾ എങ്ങനെയുള്ള ജോലിക്കാണ് നമ്മൾ ഇവിടെ കയറിയത് ഏതനുസരിച്ചാണ്, അവേഴ്സ് അനുസരിച്ചാണ് അവർ പേയ്മെന്റിന്റെ റീഇംബേഴ്സ്മെന്റ് തരുന്നത്. അപ്പോൾ അതിന്റെ പറ്റിയുള്ള ടേബിൾ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾ സൈഡിൽ തന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ന്യൂസിലൻഡിൽ നഴ്സസിന് വർക്ക് ചെയ്യാനുള്ള അവേഴ്സ് ഇതാണ്. നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാം അതിന്റെ ടേബിൾ എങ്ങനെയാണെന്ന്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം തന്നെ 40 hours പെർ വീക്കാണ്. അതായത് നമ്മൾ ഒരാഴ്ചയിൽ ഇപ്പോൾ 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം ഓഫ് എടുക്കും. ഒരാഴ്ച 2 ദിവസം ഓഫ് എടുത്തിട്ട് 5 ദിവസം ഫുൾ ടൈം വർക്ക് ചെയ്താൽ 8 മണിക്കൂർ വെച്ച് ഒരാഴ്ച നമ്മൾ 40 hours ആണ് വർക്ക് ചെയ്യുന്നത്. അതിനാണ് 1 എന്ന് പറയുന്നത്. ഇപ്പോൾ 0.9 ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച 5 ചെയ്യും, നെക്സ്റ്റ് വീക്ക് നമ്മൾ 4 days ചെയ്യും. അങ്ങനെയാണ് അത് പോകുന്നത്. ഇനി അതല്ല 0.8 എന്ന് പറഞ്ഞാൽ അതും ഫുൾ ടൈം ആയിട്ടാണ് തന്നെ കണക്കാക്കുന്നത്. പക്ഷേ 4 ഷിഫ്റ്റ് വീതമാണ് ഓരോ ആഴ്ചയും ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവേഴ്സ് ഫുൾ ടൈം ഏറ്റവും 1 എന്ന് ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ, ഏറ്റവും ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അത് 40 hours പെർ വീക്കാണ്. അപ്പം അതാണ് ഒരാളുടെ ഏറ്റവും മാക്സിമം ചെയ്യാവുന്ന ഒരു ലീഗലായിട്ടുള്ള ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ജോലിക്കാണോ നമ്മൾ കയറുന്നത് അതും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നത്. ഇപ്പോൾ സപ്പോസ് ഞങ്ങളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജോസ ക്യാപ്പിന് ഫീസ് അടച്ചിരിക്കുന്നത് 8,600 ആണ് ഫീസായിട്ട് അടച്ചിട്ട് അപ്പോൾ എന്തായാലും 8,600 അടച്ച ഒരാൾക്ക് 10,000 അവർ തിരിച്ചു തരത്തില്ല. എത്രയാണോ ക്യാപ് ഫീസ് അടച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ജോസ് ജോലിക്ക് കയറിയിരിക്കുന്ന 0.93 എന്നുള്ള അവേഴ്സ് ആണ്. അത് വർക്ക് ചെയ്യുന്നിടത്ത് അവൈലബിൾ ആയതുകൊണ്ട് 0.93 ആണ്. എന്നാൽ അത് 140 hours ഇല്ല, 37 hours പെർ വീക്കാണ്. അപ്പം അതനുസരിച്ച് അവർ പ്രൊപ്പോർഷനേറ്റ് നോക്കിയപ്പോൾ 8,600 ആണ്
ഫുൾ എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടത്, ജോസിന് കൊടുക്കേണ്ടത്. പക്ഷേ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് നോക്കിയപ്പോൾ ജോസ് കയറിയിരിക്കുന്ന 0.93 37 hours പെർ വീക്കേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് അവർ പ്രൊപ്പോർഷനേറ്റ് നോക്കിയപ്പോൾ ജോസിന് കയറിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,750 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് മാക്സിമം ഇപ്പോൾ 12,000 അടച്ചവർക്ക് 12,000 കിട്ടില്ല. 10,000 ആണ് ഗവൺമെൻറ് തന്നിരിക്കുന്ന മാക്സിമം എമൗണ്ട്. പക്ഷേ നിങ്ങൾ 10,000 ഇവിടെ ക്യാമ്പ് ഫീസ് ആയിട്ട് അടച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടില്ല, 10,000 കിട്ടില്ല. പക്ഷേ നിങ്ങൾ ക്യാമ്പ് ഫീസ് എത്രയാണോ അടച്ചിരിക്കുന്നത് അതൊരു ഫാക്ടറാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയുള്ള ജോലിക്കാണോ അവേഴ്സ്, എത്ര അവേഴ്സ് ജോലിയാണോ ചെയ്യുന്നത് അതും കൂടെ അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് നോക്കിയാണ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. അപ്പം ഞാൻ ഈ സൈഡിൽ ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു കോപ്പി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും ആദ്യമുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് സർനെയിം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, പോസ്റ്റൽ അഡ്രസ്സ് കൊടുക്കുക, ന്യൂസിലൻഡ് പോസ്റ്റൽ അഡ്രസ്, നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പർ. നമ്മുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ നമ്പർ ഉണ്ടല്ലോ, 6 ഡിജിറ്റ് ഉള്ള 3 തൊട്ട് ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ 3132 എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. പിന്നെ ഒരു ഡിക്ലറേഷൻ പോലെയാണ് ഐ ഹോൾഡ് എ ലീഗൽ റൈറ്റ് ടു വർക്ക് ഇൻ ന്യൂസിലൻഡ്. അതായത് വാലിഡ് വർക്ക് വിസ ആണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ വിസ, അത് യെസ് ഓർ നോ കൊടുക്കുക. കൺട്രി ഓഫ് ഇനീഷ്യൽ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, അതായത് ഇന്ത്യയിലുള്ളവർ ഇന്ത്യ, വേറെ ഏതെങ്കിലും രാജ്യത്താണ് നിങ്ങൾ നഴ്സിംഗ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ രാജ്യം, ആ കൺട്രി കൊടുക്കുക. കൺട്രി ഓഫ് മോസ്റ്റ് റീസെന്റ് നഴ്സിംഗ് രജിസ്ട്രേഷൻ, അത് എപ്പോഴും ന്യൂസിലൻഡ് ആയിരിക്കും. സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് യുവർ ന്യൂസിലൻഡ് ക്യാപ് പ്രോഗ്രാം, നമ്മളുടെ ന്യൂസിലൻഡിലെ ക്യാപ്പ് തുടങ്ങിയ സ്റ്റാർട്ട് ഡേറ്റ് കേട്ടോ. ക്യാപ് പ്രൊവൈഡേഴ്സ് 20 കോളേജസ് ഉണ്ട് ഇവിടെ, അവരുടെ എല്ലാം നെയിംസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കോളേജ് ഏതാണോ അവരുടെ അവിടെ നോക്കി ടിക്ക് ചെയ്യുക. അടുത്തത് ഐ കമൻസ്ഡ് എ ക്യാപ് പ്രോഗ്രാം ഇൻ ന്യൂസിലൻഡ് സിൻസ് 1st August 2022. അപ്പം ആൻഡ് ഐ ഹാവ് പ്രൊവൈഡഡ് വെരിഫിക്കേഷൻ ഓഫ് ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്യാപ്പ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ്സ്, അത് യെസ് ഓർ നോ കൊടുക്കുക, യെസ് കൊടുക്കുക. ദ ടോട്ടൽ ഫിനാൻഷ്യൽ കോസ്റ്റ് ദാറ്റ് ഐ പെയ്ഡ് ഫോർ ദ ക്യാപ് പ്രോഗ്രാം വാസ് ദ ഫോളോയിങ്. അതായത് നമ്മൾ എത്രയാണോ ടോട്ടൽ കോസ്റ്റ് ക്യാപ്പിന് കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ കൊടുക്കണം, എഴുതി കൊടുക്കണം. ഐ ഹാവ് സബ്സിക്വന്റ്ലി ഒബ്റ്റെയിൻഡ് APC ഫ്രം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ, APC കൊടുക്കുക, അതിൻ്റെ ടിക്ക് ഇടുക. I have received a formal offer of self-regular hours employment as a nurse in direct patient-facing role from a direct patient-facing role എന്ന് പറഞ്ഞാൽ ഇൻ പേഷ്യൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പേഷ്യൻ്റ് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ പോലും ഡയറക്റ്റ് പേഷ്യൻ്റ് ഫേസ് റോൾ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ലെറ്റർ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഫുൾ ടൈം അവേഴ്സ് എത്രയാണെന്നും കൂടെ മെൻഷൻ ചെയ്ത് ഇവിടെ കൊടുക്കുക, അവേഴ്സ് പെർ വീക്ക്. അപ്പോൾ ഓഫർ ലെറ്റർ ഉണ്ടാകും ക്ലിയർ ആയിട്ടത്. പിന്നെ ആസ് വെരിഫൈഡ് ഓൺ മൈ ഫോർമൽ ഓഫർ ഓഫ് ലെറ്റർ എംപ്ലോയ്മെന്റ് മൈ റെഗുലർ FT അവേഴ്സ്, അതായത് ഫുൾ ടൈമിന്റെ അവേഴ്സ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുപോലെ തന്നെ അതൊരു ഡിക്ലറേഷൻ പോലെ അവർ ചോദിച്ചിരിക്കുകയാണ്. ആസ് വെരിഫൈഡ് ഓൺ മൈ ഫോർമൽ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, നമ്മുടെ ഓഫർ ഓഫ് എംപ്ലോയ്മെന്റിൽ തന്നിരിക്കുന്ന അവേഴ്സ് അനുസരിച്ചുള്ള ഫുൾ ടൈം അവേഴ്സ് പെർ വീക്ക് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഞാൻ റിസീവ് ചെയ്യുന്നതെന്ന് എനിക്ക് വെരിഫൈ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര അവേഴ്സ് ആണോ എത്രയാണോ നമ്മൾ ഓഫർ ലെറ്ററിലുള്ള അവേഴ്സ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് കംപ്ലീറ്റ് യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഒന്നുകൂടെ ഈ ഫോമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ D എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 10,000 ആണ് മാക്സിമം എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആ ഫോമിലെല്ലാം ഉണ്ട്, ആ ഡിക്ലറേഷൻ എല്ലാം വായിച്ചിട്ട് നെയിം എഴുതുക, സിഗ്നേച്ചർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട രീതി. സിമ്പിളാണ്, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇപ്പം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാനം ഈ ചെക്ക് ലിസ്റ്റ് നിങ്ങളെല്ലാം ഇട്ട് കഴിയുമ്പോൾ, എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇമെയിലിൽ അറ്റാച്ച്മെന്റ് ആയി കൊടുത്തിട്ട് ഈ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ കൊടുത്ത എല്ലാ സാധനങ്ങളും ടിക്ക് ഇട്ടിരിക്കണം. ആ ചെക്ക് ലിസ്റ്റ് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങളത് അയക്കാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യം, ഇതിനു മുമ്പ് ഞങ്ങൾ ഈ ഫോം ഞങ്ങൾക്ക് അയച്ചു തന്നപ്പോൾ വേറൊരു ടീം, അതായത് 2 ടീം ഉണ്ടായിരുന്നു. അതിൽ ഒരു ടീം ഞങ്ങൾക്ക് വേറൊരു ഫോമും കൂടെ, ഇത് സെയിം ഫോം തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഈ ചെക്ക് ലിസ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അത് ബോണ്ട് എഗ്രിമെന്റ് ആയിരുന്നു. അതായത് നമ്മളിവിടെ ജോലി 2 വർഷം ചെയ്തോളാം എന്നുള്ള ഒരു ബോണ്ട് എഗ്രിമെന്റ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ബാക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ബോണ്ട് എഗ്രിമെന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളത് ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഞങ്ങളുടെ മാനേജറെ പോയി കണ്ട് സംസാരിച്ചു. ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ മാനേജറുടെ പേര് ഹെലൻ എന്നാണ്. ഞാൻ ആലോചിക്കായിരുന്നു ഇങ്ങനൊരു ഒരു അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയ ഒരു പ്രോഗ്രാം അല്ലേ ഈ ക്യാപ് റീഇംബേഴ്സ്മെന്റ്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിവില്ല. എന്നിട്ടും അവർ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് HR മാനേജറോട് ചോദിച്ചു. അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ പറഞ്ഞു ഞാൻ നഴ്സിംഗ് ഡയറക്ടറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നഴ്സിംഗ് ഡയറക്ടർ വരെ ഇടപെട്ടു. അവർ വരെ നമുക്ക് ഇമെയിൽ അയച്ചു, ഡീറ്റെയിൽസ് പറഞ്ഞു. അവർ ഈ ടീമിനെ കോൺടാക്ട് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ബോണ്ട് എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ആ ഒരു സെക്ഷൻ തന്നെ അവർ അതെടുത്ത് മാറ്റിയിട്ട് പുതിയ ഫോം ഞങ്ങൾക്ക് അയച്ചു തന്നു. ഇപ്പോൾ ബോണ്ട് എഗ്രിമെൻറ്റിൻ്റെ ആവശ്യമേ വന്നില്ല, ഈ പറഞ്ഞ ഡോക്യുമെൻസിലുള്ള കാര്യങ്ങൾ മാത്രമേ ആവശ്യം വന്നുള്ളൂ. പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. നമുക്കൊരു ആവശ്യം വന്നാൽ നിങ്ങളുടെ ന്യൂസിലൻഡിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അയ്യോ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്നൊന്നും വിചാരിക്കാതെ ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങളുടെ മാനേജറോട് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററോട് ചോദിക്കുക. അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എലിജിബിൾ ആണെന്ന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മെയിൽ അയക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വൺസ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കരുത്. ഇതൊരു പ്രോസസ്സാണ്. ഇതിനൊരു ടീമുണ്ട്. അവരിത് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇതൊരു അസസ്മെൻറ്റിനിടും. നമ്മൾ ന്യൂസിലൻഡിലെ ഏത് പ്രോസസ്സാണെങ്കിലും അങ്ങനെയാണ്. ഒരു ടീമുണ്ട്, ആ ടീം അത് അസസ് ചെയ്യും. അവർക്ക് കുറച്ച് ടൈം പീരീഡ് ഉണ്ട്. എനിക്കൊന്ന് 4 to 6 weeks ആണ് അവർ ടൈം പറയണേ. അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഇത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കിത് കിട്ടുമെന്ന് നിങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അസസ്മെൻ്റ് ഉണ്ട്. ഈ ടീം നമ്മുടെ മാനേജരെയും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസിൻ്റെ ഒക്കെ ആൾക്കാരെ ക്യാബ് പ്രൊവൈഡറെയും എല്ലാവരെയും കോൺടാക്ട് ചെയ്തേക്കാം. അവർ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർക്ക് എലിജിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യത്തിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റീഇംബേഴ്സ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നത്. നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഇമെയിൽ പോലും വന്നില്ല അത് അപ്രൂവ് ആയെന്നൊന്നും. ഞങ്ങൾക്ക് പൈസ ഡയറക്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുമായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന പൈസ ഒന്നും ടാക്സ് പോകുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് എമൗണ്ട് എത്രയാണോ അവരിടുന്നത് അത് കറക്റ്റായിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുവാണ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് വേറെ ടാക്സ് ഒന്നും പോകത്തില്ല. അപ്പോൾ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഞങ്ങൾക്ക് ഓൾറെഡി ക്രെഡിറ്റ് ആയപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു ഈ പൈസ എന്ന് വെച്ചാൽ ഹെൽത്ത് ന്യൂസിലൻഡിൽ നിന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഇന്നേ വരെ ഈ ജീവിതത്തിൽ ഒരു ഫീസ് അടച്ചിട്ട് ആദ്യമായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾക്ക്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അവർ മെയിൽ അയക്കുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഞങ്ങൾ പൈസ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ്. വളരെ സന്തോഷമായിട്ട് തോന്നി. കാരണം അപ്പം നമ്മൾ ഇതുവരെ അറിയില്ല കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് വളരെ സന്തോഷമുള്ളൂ. എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ടാവട്ടെ. എലിജിബിലിറ്റി ഉള്ളവരെല്ലാം മടിച്ചു നിൽക്കാതെ അപ്ലൈ ചെയ്യുക. പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു എൻറോൾ നേഴ്സിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റി, ഒരു ക്യാബ് പ്രോഗ്രാമിനെ പറ്റി ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിലും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്യാബ് ഫീസ്, അതായത് എൻറോൾ നേഴ്സസിൻ്റെ ക്യാബ് ഫീസ് ഇതുപോലെ കിട്ടുമെന്ന്. കിട്ടേണ്ടതാണ്, കിട്ടും. കാരണം എൻറോൾ നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ് ഒന്നൊന്നുമില്ല. ക്യാബിൻ്റെ ഫണ്ട് റീഫണ്ട് ആകും. അത് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾ ഈ ക്യാബ് 22 ഫോമിൻ്റെ അടിയിൽ നോക്കുക. ആ ഫോമിൻ്റെ അടിയിൽ തന്നെ എൻറോൾ നേഴ്സ്, രജിസ്റ്റേർഡ് നേഴ്സ് ഓർ നേഴ്സ് പ്രാക്ടീഷണർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോം ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും എലിജിബിലിറ്റി ഉണ്ട്. ഓഗസ്റ്റ് 1 ശേഷം ക്യാബ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും എലിജിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ഇതോടൊപ്പം തന്നെ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 1 ശേഷം ഏത് മാസമാണ് നിങ്ങൾ ക്യാബ് അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാലും ഈ ക്യാബ് കഴിഞ്ഞിട്ട് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ 12 months പീരീഡിനുള്ളിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അതിന് പിന്നെ വാലിഡിറ്റി ഇല്ലാണ്ടായി പോകും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ കയറി ഇപ്പോൾ ഒന്ന് സെറ്റിലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മടി കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇടുക. അപ്പോൾ എല്ലാവർക്കും എലിജിബിലിറ്റി ഉള്ള എല്ലാവർക്കും പേപ്പേഴ്സ് എല്ലാം കറക്റ്റായിട്ട് സബ്മിറ്റ് ആവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും റീഇംബേഴ്സ്മെൻറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനിയൊരു പുതിയൊരു നല്ലൊരു സെക്ഷനുമായിട്ട് ഞാൻ തിരിച്ചു വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.